തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടത്തി. കൊമ്പ് കലാകാരൻ കുമ്പത്ത് രാമൻകുട്ടി നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. വ്യാഴാഴ്ച വൈകിട്ട് കലാസാംസ്കാരിക പരിപാടിയിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. നടൻ ശിവജി ഗുരുവായൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര ചടങ്ങ് വളരെയേറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, പ്രാർത്ഥനയോടെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ സാക്ഷിയാക്കി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എനിക്ക് ഇത്തരം കലാകാരന്മാരൊക്കെ വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്. അതിൻ്റെ അവർ ഉപയോഗിക്കുന്ന കലയെ കീറിമുറിച്ച് സംസാരിക്കാനെന്നുള്ള അറിവ് എനിക്കില്ലെങ്കിലും അത് കണ്ടാസ്വദിക്കാനും കേട്ടാസ്വദിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഇത്തരം കലാകാരന്മാരെ ആദരിക്കുന്നത് എന്തുകൊണ്ടും ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ്. കാരണം ഇത്തരം വാദ്യ കലാകാരന്മാരെയൊക്കെ പോയ കാലങ്ങളിൽ നമ്മളൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളത്, അതിപ്പോൾ ചെറുകഥയിലായാലും നോവലിലായാലും ഞാനൊക്കെ കൈകാര്യം ചെയ്തിരുന്ന നാടകത്തിലായാലും എന്തിനേറെ സിനിമയിലായാലും ഇത്തരം ക്ഷേത്ര കലാവാദ്യ കലാകാരന്മാരെ അവതരിപ്പിച്ചിരുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. ഒരു ചെണ്ടമേളക്കാരനോ മറ്റു കലാകാരനോ അത്തരമൊരു കഥാപാത്രമായിട്ടാണ് ഏതൊരു നോവലിലും ഞാനൊക്കെ വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതൊരു നാടകത്തിലും ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അത് ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിരിക്കും. അങ്ങനെയാണ് പോയ കാലങ്ങളിലൊക്കെ ഇത്തരം ക്ഷേത്ര കലാകാരന്മാരൊക്കെ അവരെ കല ഉപവസിച്ച് പോന്നിരുന്നത്. കഥകളി കലാകാരൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ പുരസ്കാര വിജയിയെ ആദരിച്ചു. ദേവസ്വം മാനേജർ മനോജ് കെ നായർ പ്രശസ്തി പത്രം സമ്മാനിച്ചു. ക്ഷേത്രവാദ്യകലാസ്വാദക സമിതി ചെയർമാൻ കെ എം മോഹനമാരാർ അധ്യക്ഷനായി. ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, യു പി കൃഷ്ണനുണ്ണി, സി പ്രേംകുമാർ, പി മണികണ്ഠൻ, പി മാധവമേനോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മീര രാംമോഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി. ഏകാദശിയോടനുബന്ധിച്ചുള്ള 3 ദിവസത്തെ സംഗീതോത്സവം നവമി ദിനമായ ശനിയാഴ്ച വൈകിട്ട് 5-ന് സമാപിക്കും.